നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുന്നറിയിപ്പുമായി ഗവർണർ. കരിങ്കൊടിയുമായി പ്രതിഷേധത്തിന് വന്നാൽ ഇനിയും വാഹനത്തിൽ നിന്നിറങ്ങുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പ്രതികരണം. സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടും നടപടിയെടുക്കാത്ത സർക്കാർ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ അത്ഭുതമുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു. 3 തവണ തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധമുണ്ടായി. SFI പ്രവർത്തകർ കാറിൽ അടിച്ചിട്ടും സർക്കാർ നടപടിയെടുത്തില്ല. പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് 48 കേസുകളിൽ പ്രതിയാണ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് സർവകലാശാലകളിൽ ചെയ്യുന്നത്. സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള ആളുകളുടെ പേരുകൾ തനിക്ക് പല വഴിക്ക് കിട്ടും. സർവകലാശാലകളിൽ സർക്കാരിന് രാഷ്ട്രീയമായി ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. അതേസമയം സംസ്ഥാനത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. ഗവർണർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോകുന്നതിനിടെ AKG സെന്ററിന് മുൻപിലായിരുന്നു പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഉണ്ടായത്. അതുപോലെ വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള യാത്രക്കിടെ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപത്താണ് പ്രതിഷേധം അരങ്ങേറിയത്. സംഭവത്തിൽ 4 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 4 SFI പ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ കരിങ്കൊടി വീശുകയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗോ ബാക്ക്, ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചാണ് SFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. അതുപോലെ ഡിസംബർ 21 ഗവർണർ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയും SFIക്കാർ കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചിരുന്നു. തന്നെ ആക്രമിക്കാനായി മുഖ്യമന്ത്രി ഗുണ്ടകളെ അയക്കുകയാണെന്നായിരുന്നു വിമാനത്താവളത്തിലെത്തിയ ഗവർണറുടെ പ്രതികരണം. SFI പ്രവർത്തകർ കാറിൽ അടിച്ചിട്ടും സർക്കാർ നടപടിയെടുത്തില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് 48 കേസുകളിൽ പ്രതിയാണ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് സർവകലാശാലകളിൽ ചെയ്യുന്നത് എന്നും സർവകലാശാലകളിൽ സർക്കാരിന് രാഷ്ട്രീയമായി ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിനാൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു ഗവർണർ മറുപടി നൽകിയത്. നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ ദിവസങ്ങൾ നീണ്ട പ്രതിഷേധം SFI സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ SFI ഇന്നലെ പ്രതിഷേധം നടത്തില്ലെന്ന് കരുതിയിരുന്നെങ്കിലും ഒട്ടും പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് SFI. പ്രതിഷേധിക്കുന്നവർ അത് തുടരട്ടെ എന്നും തന്റെ കാറിൽ വന്ന് അടിച്ചതിനാലാണ് പ്രതിഷേധക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരുന്നതെന്നും വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് ഗവർണർ പറഞ്ഞത്. കേരള സർവകലാശാല സെനറ്റിലേക്ക് BJP അനുകൂലികളെ നാമനിർദ്ദേശം ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയായ SFI പ്രതിഷേധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.